നമുക്ക് നോക്കാം റായ്ബറേലിയിലെ ഭൂരിപക്ഷത്തിന്റെ ഒരു സ്വിംഗ്, ഒരു മാറ്റം അതെങ്ങനെയാണ്. ഇക്കുറി രാഹുൽ ഗാന്ധിയെ റായ്ബറേലി മണ്ഡലം തുണയ്ക്കുമോ? 1999 കണക്കാണ് പ്രേക്ഷകർ കാണുന്നത്. 1999 10.8% ഭൂരിപക്ഷം. എന്നാൽ അത് സതീഷ് ശർമ്മ കോൺഗ്രസ് 23.39%, ഗജേന്ദ്ര സിംഗ് സമാജ്വാദി പാർട്ടിയിൽ നിന്ന് 15.72%, ആനന്ദ് പ്രകാശ് BJP-യിൽ നിന്ന് 13, BSP-യിൽ നിന്ന് 14.37%, അരുൺകുമാർ നെഹ്റു BJP-യിൽ നിന്ന് 14.2% സ്വന്തമാക്കിയപ്പോൾ 10.8%. പക്ഷേ തുടർന്നു വന്ന വർഷം സോണിയാഗാന്ധി അമേഠിയിൽ നിന്ന് റായ്ബറേലിയിലേക്ക് എത്തുന്ന 2004 ആകുമ്പോഴേക്കും ഭൂരിപക്ഷം 38.8% വർദ്ധിക്കുന്നത് കാണാം. 28% വർധനവ് സോണിയാഗാന്ധിക്ക് 2004 റായ്ബറേലി മണ്ഡലം കൊടുക്കുന്നു. അന്ന് 58.8% സോണിയാഗാന്ധി വോട്ട് നേടിയത്. തൊട്ടടുത്തുള്ള SP സ്ഥാനാർത്ഥി ആവട്ടെ 19.9%. അന്ന് 4.9% മാത്രമായിരുന്നു BJP-യുടെ സ്ഥാനാർത്ഥി ഗിരീഷ് നാരായണിന് ലഭിച്ചത് എന്നതും ഓർമ്മിക്കണം. 2009 ആകുമ്പോഴേക്കും വീണ്ടും സോണിയാഗാന്ധി ഭൂരിപക്ഷത്തിന്റെ മാർജിൻ വർദ്ധിപ്പിക്കുന്നു. 55.8% ഭൂരിപക്ഷം വർദ്ധിക്കുന്നത്. 72.2% പോൾ ചെയ്ത വോട്ടിന്റെ 72.2% സോണിയാഗാന്ധി സ്വന്തമാക്കുമ്പോൾ BSP-യുടെ RS കുശ്വാഹയ്ക്ക് 16.4%, BJP-യുടെ RB സിംഗിന് 3.82% മാത്രമാണ് വോട്ട് സ്വന്തമാക്കാൻ കഴിയുന്നത്. ഭൂരിപക്ഷം 55.83. ഇതൊരു സർവകാല റെക്കോർഡായിരുന്നു. ഇത്രയും ഭൂരിപക്ഷം പിന്നീട് റായ്ബറേലിയിൽ സോണിയാഗാന്ധിക്ക് നിലനിർത്താൻ സാധിച്ചിട്ടില്ല. 2014 മോദി ഭരണം വരുമ്പോഴും റായ്ബറേലി കോൺഗ്രസിന് അനുകൂലമായി തന്നെ വിധിയെഴുതി. അന്ന് ഭൂരിപക്ഷം 42.8% പക്ഷേ അപ്പോഴും സോണിയാഗാന്ധി പോൾ ചെയ്ത വോട്ടിന്റെ 63.8% വോട്ട് വർദ്ധിപ്പിക്കുന്നതായി കാണാം. പക്ഷേ BJP 3% നിന്ന് കുതിച്ചുയർന്ന് 21% മാറുന്നു. അജയ് അഗർവാൾ 2019 ഇന്ത്യ മുഴുവൻ മോദി തരംഗം വീണ്ടും ഒരിക്കൽ കൂടി ആഞ്ഞടിക്കുമ്പോഴും 17.4% മാർജിനിലേക്ക് വോട്ട് പെർസെൻറ്റേജ് കുറയുന്നതായിട്ട് കാണാം. അതായത് 55.8 നിന്ന് 2014 ആകുമ്പോഴേക്കും 42.2%, 2019 ആകുമ്പോഴേക്കും 17.4% ഇടിയുന്നു. നേരെ പകുതിയായി ഭൂരിപക്ഷം കുറയുന്നു സോണിയാഗാന്ധിക്ക് 2019. ഇതാണ് പാറ്റേൺ എങ്കിൽ ഇതൊരു കർവായി നമ്മൾ കണ്ടാൽ 2024 സോണിയാഗാന്ധി അല്ല മത്സരിക്കുന്നത്, രാഹുൽ ഗാന്ധിയാണ്. അതും റായ്ബറേലിയിൽ മത്സരിച്ച് അമേഠിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട് റായ്ബറേലിയിലേക്ക് മത്സരിക്കാനെത്തുമ്പോൾ റായ്ബറേലിയിലെ വോട്ടർമാർ എത്ര ഭൂരിപക്ഷം നൽകും, ഏതു രീതിയിൽ വിധിയെഴുതുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. Debate with Arun Kumar.